നമ്മോടൊപ്പം അതിഥി ജയചന്ദ്രനുണ്ട്. അദ്ദേഹം മൃഗസ്നേഹി പ്രതിനിധിയാണ്. ജീവികൾക്കെതിരെയുള്ള മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെ പ്രതികരിക്കുന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്, താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്യജീവി സംഘർഷം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ആനയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു പ്രതിവിധി, അപ്പോൾ ആളുകളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഈ രീതിയിൽ മയക്കുവെടി വെക്കുകയാണ്. ഈ തണ്ണീർക്കൊമ്പൻ വിഷയത്തോടു കൂടി എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, എന്തുകൊണ്ട് വന്യജീവികൾ, ആനയാണേലും കരടിയാണെങ്കിലും കടുവയാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും പതിവില്ലാത്ത രീതിക്ക് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് പോയി ചുമ്മാ അലഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. നമ്മൾ കഴിയുമെങ്കിൽ വീട്ടിനകത്തിരിക്കും എന്ന് പറഞ്ഞ പോലെ വന്യജീവികളെ സംബന്ധിച്ച് കാട് വിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് നമ്മുടെ ഒരധികാരികളും സംസാരിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ വനത്തിൽ നോക്കൂ, വനം ഭക്ഷണം കൊണ്ടും വെള്ളം കൊണ്ടും സമൃദ്ധമാണെന്ന് പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ഒരു വലിയ കാഴ്ച അതിനകത്തുണ്ട്. നമ്മുടെ വനങ്ങളിൽ എത്രമാത്രം അധിനിവേശ സസ്യങ്ങളും ജീവികളെയും നമ്മൾ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, അവിടെ വന്നുകൂടിയത് മാത്രമല്ല, നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു പ്രദേശമാണ് ചിന്നക്കനാൽ. ആ ചിന്നക്കനാലിൽ നല്ല പുൽമേടിനകത്താണ് യൂക്കാലി കൃഷിയും വാറ്റില കൃഷിയും നടത്തിയത്. അതോടുകൂടി അവിടെ ആനകൾക്ക് തീറ്റയുടെ ക്ഷാമം നേരിട്ടു, വെള്ളത്തിൻ്റെ ക്ഷാമം നേരിട്ടു. ഇപ്പം നമ്മൾ എന്നിട്ടിപ്പോൾ എക്കോ റെസ്റ്റോറേഷൻ പ്രോഗ്രാമായിട്ട് ആ പുൽമേട് വീണ്ടും സ്വാഭാവികമായ പുൽമേടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലുള്ളതാണ്. അപ്പോൾ വനത്തിനുള്ളിലെ എക്കോ റെസ്റ്റോറേഷൻ എത്രയും പെട്ടെന്ന് തീർക്കത്തക്ക രീതിക്ക് സ്പീഡ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം നമ്മുടെ പുൽമേടുകൾ പലതും നമുക്ക് നേരത്തെ നമ്മുടെ ഒരു എന്താ പറയണേ, പഴഞ്ചൊല്ല് പോലെ നമ്മൾ പാടിപ്പതിഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, ഗ്രാസ് ലാൻഡ്സ് ആർ വേസ്റ്റ് ലാൻഡ്സ്. പുൽമേടുകൾ വേസ്റ്റ് ലാൻഡാണ്, അനാവശ്യമാണ്. അതുകൊണ്ട് അവിടെ ആദായകരമായ കൃഷിയിലേക്ക് പോകണം എന്നുള്ളൊരു അശാസ്ത്രീയമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു മുദ്രാവാക്യം നമ്മൾ വിളിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പരിശോധിച്ചാൽ കാണാതെ. അങ്ങനെ ആണ് നമ്മുടെ പല വനത്തിൻ്റെ ഉള്ളിലും യൂക്കാലിയും അക്വേഷ്യയും വാറ്റിലയൊക്കെ കൃഷി ചെയ്യുകയും സ്വാഭാവികമായി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നമ്മളൊരു മുൻഗണന കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനിയാണെങ്കിലും നമ്മൾ ആ മുൻഗണന കൊടുക്കണം. ഇപ്പോഴും ബഹുമാനപ്പെട്ട നമ്മുടെ വനംവകുപ്പ് മന്ത്രി, അദ്ദേഹം പലപ്പോഴും വന്യജീവി വകുപ്പ് മന്ത്രിയാണ് എന്ന കാര്യം മറന്നുകൊണ്ട് അദ്ദേഹം മനുഷ്യൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായിട്ട് പെരുകി എന്ന് പറയുന്നു. എന്ത് ശാസ്ത്രീയ അടിത്തറയിലാണ് നമ്മൾ പറയുന്നത് ഈ ക്രമാതീതമായിട്ട് പെരുകിയെന്ന്? അതേസമയം കാടറിയാതെ കാടുണ്ടാക്കുന്നു, അതൊക്കെ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോ ഈ തണ്ണീർക്കൊമ്പൻ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പല പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ 2 ആഴ്ചക്കിടെ 2 തവണ പല ഡോസുകളായി മയക്കുവെടി ഏൽക്കുന്നു, പിന്നീട് ആനയെ കുങ്കികൾ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നു, പിന്നീട് രാമപുര ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായ ഈ ഒരു യാത്രക്കിടെ ഉണ്ടായ ഏത് തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനമായിരിക്കും ഇങ്ങനെയൊരു മരണത്തിലേക്ക് ആനയെ കൊണ്ടുചെന്ന് എത്തിച്ചുണ്ടാവുക എന്നാണ് താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അനുമാനിക്കുന്നത്? ഒന്ന്, ഈ ആനയുടെ സ്ട്രെസ്സും സ്ട്രെയിനും എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതൊരു പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. കാരണം 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പ്രാവശ്യം മയക്കുവെടി ഏൽക്കുകയും ആ മയക്കുവെടി ഏൽക്കുന്ന രണ്ടാമത്തെ മയക്കുവെടി ഏൽക്കുമ്പോൾ ആദ്യത്തെ മയക്കുവെടിയുടെ ക്ഷീണം മാറിയിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ പരിശോധിച്ചില്ല. ആ ആനയിങ്ങനെ തൂങ്ങി അവിടെ നിൽക്കുന്നത്, ആ കുന്നുപോലെയുള്ള ആ ചെരുവ് കയറി വരുമ്പോൾ എത്ര ബുദ്ധിമുട്ടി അത് കയറി വരുന്നതെന്ന് നമുക്ക് നിങ്ങളുടെയൊക്കെ ചാനലിൽ കൂടെ കാണിച്ചത് ഒരു വിഷ്വലിൽ നമ്മൾ കണ്ടതാണ്, ആ വീഡിയോയിൽ കൂടെ നമ്മൾ കണ്ടതാണ്. അത്രയും ബുദ്ധിമുട്ടി നടന്ന് നീങ്ങുന്ന ഒരു വന്യജീവിയെ അതിനെ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കടത്തിവിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യനില പരിശോധിക്കാൻ വേണ്ട മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുകയോ പ്രഥമ ദൃഷ്ടിയാലുള്ള ആ ഒരു ആരോഗ്യ സ്ഥിതിയുടെ മോശാവസ്ഥ പരിഗണിച്ചുകൊണ്ട് രണ്ടാമത്തെ ട്രയാങ്കുലൈസേഷൻ ഒഴിവാക്കാൻ പറ്റുമോ എന്നും കൂടെ പരിശോധിക്കേണ്ടതായിരുന്നു.
ഇതൊക്കെ പ്രോട്ടോക്കോളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മയക്കുമരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സൈലക്സിനോ കീറ്റമിനോ എന്തോ ആവട്ടെ, അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ്, അതിനകത്ത് ഇൻറ്റേർണൽ ഓർഗൻസിന് ഉണ്ടാകാമാവുന്ന ഡാമേജ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്തവരാണോ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാരും ബയോളജിസ്റ്റുകളും? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇന്നലെ വാർത്ത വന്നത് രണ്ടാമത്തെ ഡാർട്ട് ചെയ്തത് ഒരു ബയോളജിസ്റ്റിൻ്റെ പേരാണ് കേട്ടത്. അപ്പോൾ ആ ബയോളജിസ്റ്റിനൊന്ന് ആനയുടെ സ്ട്രെസ്സും സ്ട്രെയിനും കണ്ടാൽ അറിയാൻ മേലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രോട്ടോക്കോളിൽ പെട്ടിട്ടുള്ളതാണ്. ആ പ്രോട്ടോക്കോളുകളുടെ ലംഘനം തുടർച്ചയായിട്ട് അവിടെ നടന്നു. രാത്രിയാവാൻ വരെ കാത്തിരുന്നു. രാത്രിയായി കഴിയുമ്പോൾ നമുക്കറിയാം, വനത്തിനുള്ളിലേക്ക് ഒരു ആന കയറിപ്പോവാനെങ്കിൽ സ്വാഭാവികമായിട്ടും രാത്രിയാണെങ്കിൽ മയക്കുവെടി വെച്ചിട്ട് അതിനെ വനത്തിനുള്ളിൽ കയറ്റിവിട്ടാലത്തെ അവസ്ഥ എന്താവും? കാരണം മറ്റ് ജീവികളുടെ ആക്രമണം ഉണ്ടാവാം, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോയി വീഴാം, ഇല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒടുക്കി പോയി ഇറങ്ങിയാൽ അതിൻ്റെ ഒരു ശാരീരികമായ അവസ്ഥ എന്താവും? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാത്തവരാണോ നമ്മുടെ ഈ ബയോളജിസ്റ്റും അതേപോലെ ഈ വെറ്റിനറി ഡോക്ടറും ഒക്കെ? അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ധൃതി പിടിച്ച് നടത്തി അത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ നമ്മുടെ ഇപ്പം കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം അതൊന്നും പുറത്തു കൊണ്ടുവരും എന്നുള്ള വിശ്വാസം എനിക്ക് ഈ അവസരത്തിലില്ല. വന്നാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോൾ പറയാനുള്ളൂ.